എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സ്നേഹം. ഫാബ്സോ സ്കൂൾ, യുവർ സ്കൂൾ, അതിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഈ നിലയിൽ കാണാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമുക്ക് അധിക നേരം സംസാരിക്കാനുള്ള സമയമില്ല. വളരെ ചുരുക്കി ഒരു നുള്ളു കാര്യം എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? നമ്മുടെ എല്ലാവരുടെയും വിഷയം ജീവിതമാണ്, അല്ലേ? ജീവിതം എന്ന വിഷയം, ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. ചിന്തിച്ച് ലക്ഷ്യം കാണാതെ അലഞ്ഞു തിരിയുന്ന ജീവിതാനുഭവങ്ങളുണ്ട്. പക്ഷേ ലക്ഷ്യം വെച്ചുകൊണ്ട് തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്നവർ വലിയ നിലയിൽ കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട്, ജീവിതം ഒരു ചെറിയ കഥയാണ്. ജനനം മുതൽ മരണം വരെയുള്ള സമയത്ത് നടക്കുന്ന ഒരു ചെറുകഥയാണ് ജീവിതം. ഈ ചെറുകഥയെ എങ്ങനെ നല്ല സമയമാക്കി തീർക്കാമെന്നുള്ളതാണ് നമ്മുടെ വിഷയം. നല്ല സമയം എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള സമയം, തൃപ്തിയുള്ള സമയം, അഭിമാനം തോന്നുന്ന സമയം. അങ്ങനെ നല്ലൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നിച്ച് നാം അനുഭവിക്കുന്ന, നമ്മുടെ പരിസരത്തുള്ള എല്ലാവർക്കും അനുഭവം കൊടുക്കുന്നതായിരിക്കുന്ന ഒരു ജീവിതം, നല്ല ജീവിതം. ഈ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ അറിയാമല്ലോ. നിങ്ങൾ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നു, പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നു, പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നു. അതിനെക്കുറിച്ചെല്ലാം നമുക്കൊരു നോട്ടം. നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ച് പറയാം. എന്താണ് പരിസ്ഥിതി? പരിസരത്തിൻ്റെ സ്ഥിതിയാണ് പരിസ്ഥിതി. പരിസരം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പരിസരമാണ്? എൻ്റെ പരിസരം, ഞാനാകുന്ന വ്യക്തിയുടെ പരിസരം, നമ്മിൽ ഓരോ വ്യക്തിയുടെയും പരിസരം. എന്നെ സമൂഹം കാണുന്നത് എങ്ങനെയാണ്? ഈ രൂപം കൊണ്ടാണ് കാണുന്നത്. ഞാൻ ഈ രൂപമാണോ? ഞാൻ ഈ രൂപമാണ്, കാണുന്ന രൂപമാണ്. പക്ഷേ ഞാനാകുന്ന മനസ്സ് ഈ രൂപത്തിനകത്താണുള്ളത്. എൻ്റെ മനസ്സ് കുടികൊള്ളുന്ന രൂപമാണ് എൻ്റെ ശരീരം. എൻ്റെ ശരീരത്തിലൂടെയാണ് സമൂഹം എന്നെ കാണുന്നത്. എൻ്റെ മനസ്സ് അറിയാൻ കഴിയുന്നില്ല. എൻ്റെ ശരീരത്തിൻ്റെ പരിസരമായ മനസ്സ് ശുദ്ധമായിരിക്കണം. നാം പരിസര ശുചീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷേ ഏറ്റവും ആദ്യം ശുദ്ധീകരിക്കേണ്ടത് സമൂഹം കാണുന്ന ഞാനാകുന്ന ഈ രൂപത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഞാനുണ്ടല്ലോ, എൻ്റെ മനസ്സാകുന്ന ഞാൻ. ആ മനസ്സിനെ ശുദ്ധമാക്കുക, നല്ലതാക്കുക, നിർമ്മലമാക്കുക, ദയാപൂർവമാക്കുക. അങ്ങനെ എന്തെല്ലാം സ്നേഹത്തോടെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക. അപ്പോൾ ഈ കാണുന്ന രൂപത്തിൻ്റെ പരിസരമായിരിക്കുന്ന മനസ്സ് ശുദ്ധമാകുന്നു. പരിസ്ഥിതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ പരിസരം ഏതാണ്? നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും അടുത്ത പരിസരം നമ്മുടെ ശരീരമാണ്. ശരീരത്തെ നാം ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കണം. കാരണം ഈ ശരീരമാണ് ഈ ജീവിത കഥയിലൂടെ യാത്ര ചെയ്യേണ്ടത്. മനസ്സാണ് തെളിക്കുന്നത്, മനസ്സാണ് വഴി തെളിക്കുന്നത്. പക്ഷേ ഈ രൂപമാണ് ജീവിതം എന്ന കഥയിലൂടെ ആളുകൾ കണ്ടുകൊണ്ട് ആളുകൾക്കിടയിലൂടെ സമൂഹത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരീരം വൃത്തിയായി സൂക്ഷിക്കണം, ശരീരം ആരോഗ്യകരമായി സൂക്ഷിക്കണം.
ചിലരൊക്കെ ഉണ്ടല്ലോ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടിട്ടില്ലേ? അതും വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യുന്നു എന്ന്. വിദ്യാർത്ഥികളെ ആരാണ് ഈ മയക്കുമരുന്ന് കൊടുത്തിട്ട് ഇങ്ങനെ വഴിതെറ്റിക്കുന്നത് എന്ന് അത്ഭുതപ്പെടുകയാണ്. നമ്മുടെ അടുത്ത കാലം, നമ്മുടെ അടുത്ത സമൂഹം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളാണ്. ആ കുട്ടികൾ നേരെ നടന്നില്ല എങ്കിൽ അടുത്ത കാലത്തെ സമൂഹം നേരെയാവില്ല എന്നർത്ഥം. കുട്ടികളായ നിങ്ങൾ അറിയണം, നിങ്ങളാണ് അടുത്ത കാലത്തെ ഭൂമി, അടുത്ത കാലത്തെ പ്രകൃതി, അടുത്ത കാലത്തെ പരിസരം, അടുത്ത കാലത്തെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളിലാണുള്ളത്. നിങ്ങൾ ശുദ്ധമായിരിക്കണം. അഴുക്കൊന്നും നിങ്ങളെ തീണ്ടാൻ പാടില്ല. അതുപോലെ തെറ്റായിരിക്കുന്ന മാർഗങ്ങളിലൂടെ പോയി നിങ്ങളുടെ മനസ്സിനെ മലിനമാക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങളുടെ പരിസരമായ, മനസ്സിൻ്റെ പരിസരമായ ശരീരത്തെ ശുദ്ധമാക്കി നിർത്തുക. ശരീരത്തിൻ്റെ പരിസരമായിരിക്കുന്ന മനസ്സിനെ ശുദ്ധമാക്കി നിർത്തുക. അതാണ് പരിസ്ഥിതി എന്നുള്ള വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ള പരിസരത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മുടെ പരിസരമായിരിക്കുന്ന നമ്മളുടെ പുസ്തകങ്ങൾ, നമ്മുടെ പരിസരമായിരിക്കുന്ന നാം പഠിക്കുന്ന സ്ഥലം, അത് മേശയായാലും എന്തായാലും അത് വൃത്തിയാക്കി വെക്കണം. പുസ്തകങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കണം. എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കതിനോട് ഒരടുപ്പമുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളിത് ഈ താമസിക്കുന്ന മുറി, നമ്മളുടെ കിടക്ക, നമ്മളുടെ പായ, നമ്മളുടെ വിരി, നമ്മുടെ പുതപ്പ്, ഇതെല്ലാം വൃത്തിയായി വെക്കണം. അപ്പോൾ പരിസരം എന്ന് പറയുന്നത് നിങ്ങളുടെ മുറിയിലും അവസാനിക്കുന്നില്ല, വീട്ടിൻ്റെ മുറ്റത്തും അവസാനിക്കുന്നില്ല, അത് വീടിൻ്റെ അതിർത്തി വരെയുമുണ്ട്, അവിടെയും അവസാനിക്കുന്നില്ല. അയൽവക്കം എന്ന് പറയുന്ന സമൂഹത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് പോവേണ്ടതുണ്ട്. അപ്പോൾ അയൽവക്കത്തായിരിക്കുന്ന നമ്മുടെ വീട്, പറമ്പിൽ നിന്ന് വിട്ടിട്ടുള്ളതായിരിക്കുന്ന സമൂഹം എന്ന് പറയുന്ന വിശാലമായ നമ്മുടെ പരിസരം, അതും വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മളാണ്. എല്ലാ വീട്ടുകാരും ശ്രദ്ധിച്ചാൽ എല്ലാ വീട്ടുകാരുടെയും പൊതു സ്വത്തായിരിക്കുന്ന സമൂഹവേദി നമുക്ക് വൃത്തിയാക്കി വെക്കാൻ കഴിയും. അപ്പോൾ പരിസ്ഥിതി എന്നുള്ളത് കൊണ്ട് നമുക്ക് അത്രയും പറഞ്ഞുകൊണ്ട് നിർത്താം. പിന്നെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ജീവനാണ്. ജീവനില്ല എങ്കിൽ പ്രകൃതിയില്ല. ജീവനില്ല എങ്കിൽ, ജീവനില്ലാത്തത് കൊണ്ടാണ് ഭൂമി ഒഴിച്ച് ബാക്കിയുള്ള ഗ്രഹങ്ങളിലൊന്നും, സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളിൽ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ. മറ്റുള്ള ഗ്രഹങ്ങളിലൊന്നും ജീവനില്ല. ഇപ്പുറത്തുള്ള 2 ഗ്രഹങ്ങൾ സൂര്യനോട് വളരെ അടുത്തത് കൊണ്ട്, ചൂട് കൂടുതലായതുകൊണ്ട് അവിടെ ജീവന് സാധ്യതയില്ല. ഭൂമിയിൽ നിന്ന് വിട്ടുകൊണ്ട് അങ്ങോട്ടുള്ള ഗ്രഹങ്ങളിലൊന്നും ജീവനില്ലാത്തത് സൂര്യനിൽ നിന്ന് വളരെ അകലത്താണ് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഭൂമി പോകുന്ന, സൂര്യനെ ചുറ്റുന്നതായിരിക്കുന്ന ഒരു വഴിയുണ്ട്. അത് ജീവൻ്റെ വഴിയാണ്. ജീവൻ ഉണരാനുള്ള വഴി, ജീവൻ നിലനിൽക്കാനുള്ള വഴി, ജീവൻ വികസിക്കാനുള്ള വഴി എല്ലാമുള്ള ഇടത്തിലൂടെയാണ് ഭൂമി സഞ്ചരിക്കുന്നത്, ഭൂമിയാകുന്ന ഗോളം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഭൂമി ജീവനായി മാറി. മനുഷ്യൻ അറിയുന്ന, ഇന്ന് വരെയുള്ള അവൻ്റെ അന്വേഷണത്തിൽ അവൻ കണ്ടെത്തിയ ഏക ജീവൻ ഭൂമിയാണ്. മറ്റൊരു ഗ്രഹത്തിലും ജീവനില്ല. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന് സങ്കല്പിക്കുന്നു എന്നല്ലാതെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഈ ഭൂമി, ജീവൻ്റെ തുടക്കമായിരിക്കുന്ന ഭൂമി, ജീവൻ്റെ ആധാരമായിരിക്കുന്ന ഭൂമി, നാം എല്ലാം അടങ്ങുന്ന ഭൂമി, നാം എല്ലാം അടങ്ങുന്ന ജീവൻ, നമ്മിലെ ജീവൻ, സർവ്വ ജീവജാലങ്ങളിലെയും ജീവൻ, സർവ്വ ചെടികളിലെയും സർവ്വ സസ്യലതാദികളിലും നിലനിൽക്കുന്ന വൃക്ഷങ്ങൾ ചേർന്ന വനങ്ങളിൽ എല്ലാം നിലനിൽക്കുന്ന, മണ്ണിൽ നിലനിൽക്കുന്ന ജീവൻ, ഇതെല്ലാം ഒരേ ജീവനാണ്, ഒരേ ഭൂമിയാകുന്ന ജീവനാണ്. ഈ ഒരേ ഭൂമിയാകുന്ന ജീവനിൽ ഒരേ ജീവവായുവാണുള്ളത്.
ഭൂമിക്ക് ചുറ്റും ഒരു ജീവാന്തരീക്ഷമുണ്ട്. ആ ജീവാന്തരീക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം മറ്റുള്ള ഗ്രഹങ്ങൾക്കൊന്നുമില്ല, ഭൂമിക്ക് മാത്രമുള്ളതാണ്. ഭൂമിക്ക് ചുറ്റും ഒരു ജീവാന്തരീക്ഷമുണ്ട്. ഈ ജീവാന്തരീക്ഷത്തിലെ ജീവവായുവാണ് ഭൂമിയിൽ ജീവിക്കുന്ന സർവ്വ ജീവജാലങ്ങളെയും ജീവനോടുകൂടി നിർത്തുന്നത്. മണ്ണ് ജീവനാണ്, ജലം ജീവനാണ്, പുല്ലുകൾ ജീവനാണ്, വൃക്ഷങ്ങൾ ജീവനാണ്, വനങ്ങൾ ജീവനാണ്. വനങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതായിരിക്കുന്ന എല്ലാ നീരുറവകളും പുഴകളും നദികളും എല്ലാം ജീവനാണ്, ജലമാകുന്ന ജീവൻ. അപ്പോൾ ജീവൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ നാം പ്രകൃതിയെ കാണേണ്ടിയിരിക്കുന്നു, പ്രകൃതിയെ അറിയേണ്ടിയിരിക്കുന്നു. ഈ ജീവൻ ക്ഷയിക്കാൻ പാടില്ല. കാരണം ജീവൻ ക്ഷയിച്ചാൽ നമ്മുടെ ജീവവായു ക്ഷയിക്കുന്നു, നമ്മുടെ ജീവജലം ക്ഷയിക്കുന്നു, നമുക്ക് ഭക്ഷണം തരേണ്ടതായിരിക്കുന്ന മണ്ണാകുന്ന ഭൂമി ക്ഷയിക്കുന്നു. അത് നമുക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്നത്, ഞാഞ്ഞൂലുകളായിരിക്കുന്ന ജീവികൾ, മണ്ണിനടിയിൽ ജീവിക്കുന്ന ജീവികൾ, മണ്ണിന് ഉപരിയായിട്ട് ജീവിക്കുന്ന ജന്തുപ്രാണികൾ, മനുഷ്യലോകം, ഇതിലെല്ലാം ക്ഷയത്തിൻ്റേതായിരിക്കുന്ന, ജീവൻ ക്ഷയിക്കുന്നതായിരിക്കുന്ന ഒരനുഭവം ഉണ്ടാവും. അവിടെ രോഗങ്ങൾ വന്ന് പടർന്നു പിടിക്കും. ഇന്നിതാ ലോകം മുഴുവൻ ഭൂമിയാകുന്ന ലോകം, ഈ ഭൂമിയാകുന്ന ലോകത്തിൽ എല്ലായിടത്തും മനുഷ്യർക്ക് പകർച്ചവ്യാധികൾ വന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ഭൂമി ഇതുവരെയും സുന്ദരമായ ഒരു പ്രദേശമായിരുന്നു, ഭൂമി ഒരു സ്വർഗമായിരുന്നു. സ്വർഗത്തിൽ ഇപ്പോൾ രോഗം വന്നു കയറി രോഗികൾ ജീവിക്കുന്ന ഒരു ഗോളമായി, ഒരു ഗ്രഹമായി ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നു. മാറിക്കഴിയും, പൂർണ്ണമായും മാറി വരും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ഈ ഭൂമിയെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു, ഭൂമിയാകുന്ന പ്രകൃതിയെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു, ജീവൻ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ചിന്താവിഷയം. നാം നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷ മാത്രമല്ല ചിന്തിക്കുന്നത്, നാം നമ്മിലെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ചിന്തിക്കുന്നു. സർവ്വജീവജാലങ്ങളിലെയും, സസ്യലതാദികളിലെയും, അതുപോലെ സസ്യലോകത്തിലെയും ജന്തുപ്രാണി ലോകത്തിലെയും മനുഷ്യലോകത്തിലെയും സർവ്വജീവനെയും രക്ഷിക്കുക എന്നുള്ള നിലയിൽ നാം ചിന്തിക്കുമ്പോൾ നാം പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മുടെ പരിസരമായ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഭൂമി നമ്മുടെ പരിസരമാണ്. ആ ഒരു അർത്ഥം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നാം പ്രകൃതിയെ അറിയുന്നു. പ്രകൃതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭൂമിയായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. ഭൂമിയാകുന്ന ജീവനെ മനസ്സിൽ കാണാൻ നിങ്ങൾക്ക് കഴിയണം. ആ ഭൂമിയാകുന്ന ജീവൻ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ ഭൂമിയിലാണ്. ഭൂമി ഇപ്പോൾ എവിടെയാണ്? ഭൂമി ശൂന്യാകാശത്തിലാണ്. ശൂന്യാകാശത്തിൽ ഭൂമി സ്വയം ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാലോ. അങ്ങനെ ചുറ്റിക്കൊണ്ട് അത് സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതും അറിയാലോ. സൂര്യന് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കുന്നതിന് എടുക്കുന്ന സമയം എത്രയാണ്? 365 ദിവസം, ഒരു വർഷം. ഈ ഒരു വർഷത്തിൽ കണക്കാക്കിയിട്ടാണ് നാം നമ്മുടെ പ്രായം കണക്കാക്കുന്നത്. നാം ഭൂമിയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സമയം കൊണ്ട്, കാലം കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അറിയണം, നാം എപ്പോഴും ഒരു യാത്രയിലാണ്. നാം പ്രപഞ്ചത്തിലാണ് നിൽക്കുന്നത്. പ്രപഞ്ചത്തിൽ സൂര്യന് ചുറ്റും ഭൂമിയാകുന്ന വാഹനത്തിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിൽ നാം എല്ലാവരും ഒരുപോലെയാണ്. ഒരേ വാഹനത്തിലെ സഹയാത്രികരാണ് നാം എല്ലാം. സസ്യലോകം നമ്മുടെ പരിസരമാണ്, ജന്തുപ്രാണി ലോകം നമ്മുടെ പരിസരമാണ്, മനുഷ്യലോകം നമ്മുടെ പരിസരമാണ്. എവിടെയെല്ലാം ജീവനുണ്ടോ അതെല്ലാം നമ്മുടെ ജീവനാണ്. എവിടെയെല്ലാം
ജീവിതമുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതമാണ്. ആ നിലയിൽ നാം കാണുമ്പോൾ നാം പ്രകൃതിയെ കാണുന്നു. ആ നിലയിൽ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ നാം പ്രകൃതിയെ സത്യാർത്ഥത്തിൽ സമീപിക്കുന്നു. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു പച്ചില മാത്രമാണ് എന്നും ഒരു തൈ നടുക എന്നുള്ളതാണ് അതിലെ കർമ്മമെന്നും ഉള്ളത് ശരിയല്ല. നമ്മുടെ കാഴ്ചയിൽ വ്യത്യാസമുണ്ടാകണം, നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ടാകണം. നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടും ഇന്ന് വരെയുള്ള കാഴ്ചയിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായി അത് വികസിക്കേണ്ടിയിരിക്കുന്നു. നാം വികസനത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. ഗവൺമെൻറ്റുകൾ പോലും വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എല്ലാ പദ്ധതികൾക്കും രൂപം കൊടുക്കുന്നത്. വികസിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്, ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ മനസ്സാണ്, ഉൾക്കൊള്ളേണ്ടത് ഭൂമിയെയാണ്, ഭൂമിയാകുന്ന ജീവനെയാണ്, ഭൂമിയാകുന്ന പ്രകൃതിയെയാണ്, ഭൂമിയാകുന്ന പരിസരത്തെയാണ്. നാം പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഉള്ള ബന്ധത്തെ, ഭൂമിയും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ പരിഹാരമുണ്ടാവുകയുള്ളൂ. ചെറിയ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ ചെറിയ ക്ലാസ്സിൽ നിന്ന് ഈ വിവരം കിട്ടേണ്ടതാണ്. ഈ ഒരു അറിവ്, നാം ഒന്നാണ് എന്ന്, നാം ഒരേ യാത്രയിലാണ് എന്ന്, ഒരേ യാത്രയിൽ ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹായാത്രയിലാണ് എന്ന് നാം അറിയുമ്പോൾ നാം പ്രകൃതിയെ അറിയുന്നു. അതുപോലെ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിക്ക് ചുറ്റുമുള്ള ജീവാന്തരീക്ഷത്തിലെ ഒരേ ജീവവായുവാണ് നാം എല്ലാവരും ശ്വസിച്ചുകൊണ്ട്, നാം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ജീവനായി നിലനിൽക്കുന്നത് എന്നുള്ള അറിവ് നമ്മിലെ ഉള്ളറിവായി വരുമ്പോൾ, നമ്മുടെ വിവേകമായി വരുമ്പോൾ നാം പ്രകൃതിയെ അറിയുന്നു. പ്രകൃതിയെ അറിയാൻ, പരിസ്ഥിതിയെ അറിയാൻ ഈ ഒരു നോട്ടം നമുക്ക് ആവശ്യമാണ്. ഈ ഒരു കാഴ്ച നമുക്ക് ആവശ്യമാണ്. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണുക എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, നിങ്ങളിൽ ഓരോരുവനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിക്കോട്ടെ. ഓക്കെ.